വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ പനിക്കൂർക്കയിൽ ഉപയോഗിച്ചിട്ട് നീരിനും വേദനയ്ക്കൊക്കെ ആശ്വാസം തരുന്ന ഒരു ഒറ്റമൂലിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇവിടെ കുറച്ച് പനിക്കൂർക്കയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്ക് ഇല വെച്ച് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് സ്റ്റീം വന്നതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഇല. പനിക്കൂർക്കയിലെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇല നമ്മൾ സ്റ്റീം ചെയ്യുന്നതിന് പകരം ഓവനിലൊരു 10 സെക്കൻഡ് വെച്ചാലും മതി. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ 10 സെക്കൻഡ് ആയിട്ടുണ്ട്. നമ്മളെ ഇലയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇലയൊക്കെ സ്റ്റീമറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ നീരെടുക്കാൻ. ഇപ്പോൾ ഇലയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ നീര് മുഴുവനും എടുക്കണം. നന്നായി അമർത്തി പിഴിഞ്ഞെടുക്കണം, എന്നാലും അതിലത്തെ നീര് മുഴുവനും കിട്ടുള്ളൂ. പനിക്കൂർക്കയിലേക്ക് ചില സ്ഥലത്ത് കഞ്ഞിക്കൂർക്ക എന്നും പറയാറുണ്ട്. ഇത്രയും ഇലയിൽ നിന്ന് എനിക്ക് 2 ടീസ്പൂൺ നീരാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പനിക്കൂർക്കലിൻ്റെ നീരിൻ്റെ കൂടെ നല്ലെണ്ണയും പഞ്ചസാരയാണ് ഈ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പനിക്കൂർക്കലിൻ്റെ നീര് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ചേർക്കാം. പഞ്ചസാരയും നല്ലെണ്ണയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കുക. പഞ്ചസാര അലിയുന്ന വരെ 1 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചെറുതായിട്ടൊന്നൊരു ഒട്ടുന്ന പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മരുന്ന് ഫ്രഷായിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കൂടുതൽ നല്ലത്. നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് ചൂടാക്കിയിട്ട് വേണം നമുക്ക് പുരട്ടി കൊടുക്കാൻ. ഇതുപോലെ നമുക്ക് വേദന നീരൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഒരു ചെറിയ ചൂടുണ്ടാകുമ്പോൾ നമുക്ക് പുരട്ടുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ്. അപ്പോൾ ചൂട് ആറിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് നന്നായി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അത് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.